നമസ്കാരം. ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ ഇന്ത്യയുടെ ഘടകകക്ഷിയായ 2020-ൽ ചേർന്നതിന് പിന്നാലെ അഖിലിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ അഖിൽ മാരാരെക്കുറിച്ച് ഉണ്ണി മുകുന്ദൻ എഴുതിയ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. ഈ തീരുമാനം ഒരുപക്ഷെ നീ ഇന്നേ വരെ എടുത്തതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കുമെന്നാണ് അഖിൽ മാരാരെക്കുറിച്ച് ഉണ്ണി മുകുന്ദൻ കുറിച്ചിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ കുറിപ്പിങ്ങനെ: അഖിൽ, നിന്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ നിന്റെ വളർച്ച നിരീക്ഷിച്ചിട്ടുള്ള ആർക്കും ഒരു കാര്യം വ്യക്തമാണ്. നീ ആനുകൂല്യങ്ങളുടെയോ പ്രതാപത്തിൻ്റെയോ പശ്ചാത്തലത്തിൽ നിന്നല്ല വരുന്നത്. അതുതന്നെയാണ് നിന്റെ കഥയെ ഇത്രയധികം സ്വാധീനമുള്ളതാക്കി മാറ്റുന്നത്. നിന്നോടുള്ള ആത്മാർത്ഥമായ ബഹുമാനത്തിൽ നിന്നാണ് ഞാനിതെന്ന് കുറിക്കുന്നത്. ഒരു ചെറിയ കുടുംബത്തിൽ നിന്ന്, ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് വളർന്ന് ഓരോ പടവുകളും ചവിട്ടി ഇന്ന് നീ എത്തി നിൽക്കുന്ന ഈ ഉയരവും ഇനി നീ നേടാനിരിക്കുന്ന വലിയ നേട്ടങ്ങളും അങ്ങേയറ്റം പ്രചോദനകരമാണ്. അത് പുറത്തുള്ള ഒരുപാട് പേർക്ക് മാത്രമല്ല, എനിക്കും വലിയൊരു പ്രചോദനമാണ്. നമ്മുടെ പൊതുവായ സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ അറിഞ്ഞത് നീ എപ്പോഴും പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നുവെന്നാണ്. വ്യക്തമായ ചിന്താഗതികളും കൃത്യമായ നിലപാടുകളുമുള്ള ഒരാൾ. കാലക്രമേണ നിന്റെ നിലപാടുകൾ നീ വ്യക്തമാക്കുന്നത് കണ്ടപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള വ്യക്തത യാദൃശ്ചികമായി ഉണ്ടാകുന്നതല്ല. അത് ആഴത്തിലുള്ള ചിന്തയിൽ നിന്നും, സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിൽ നിന്നും, സത്യസന്ധമായ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. നീ സോഡ വിൽക്കുന്നത്, പഴക്കച്ചവടം നടത്തുന്നതുമായ ആ ചിത്രങ്ങൾ, അവയ്ക്ക് വലിയൊരു കരുത്തുണ്ട്. അവ നിന്റെ കഷ്ടപ്പാടുകളെയല്ല, മറിച്ച് നിന്റെ അന്തസ്സിനെയാണ് വിളിച്ചോതുന്നത്. ഒരു വൈറ്റ് കോളർ ജോലിയുടെ മാത്രം അംഗീകാരത്തിന് പിന്നാലെ പോകാത്ത ഒരു യുവാവിനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അധ്വാനിക്കാനും കഷ്ടപ്പെടാനും അതുവഴി സമ്പാദിക്കാനും നീ തയ്യാറായിരുന്നു. അതിൽ അങ്ങേയറ്റം വിനയപൂർവ്വമായ ഒരു ഔന്നത്യമുണ്ട്. സുഖസൗകര്യങ്ങൾക്ക് ഒരിക്കലും നൽകാൻ കഴിയാത്ത വിധം നിന്റെ വ്യക്തിത്വത്തെ പാകപ്പെടുത്താൻ ആ നാളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ നിന്നെ ആദ്യമായി കാണുന്നത്. കണ്ണുകളിൽ കത്തുന്ന കനലുമായി സിനിമയെ സ്വപ്നം കണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ കൂടിക്കാഴ്ച അന്ന് തന്നെ ഫലപ്രദമായില്ലായിരിക്കാം. പക്ഷേ നിന്റെ ആ അടങ്ങാത്ത ആവേശം എൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. പിന്നീട് നീ ഒരു ചലച്ചിത്ര സംവിധായകനായി മാറിയപ്പോൾ വാക്കുകളിലല്ല, പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത്. അവിടെയും നിനക്ക് പിന്തുണ നൽകാൻ സിനിമാ പശ്ചാത്തലമോ സ്വാധീനങ്ങളോ ഉണ്ടായിരുന്നില്ല. നിന്റെ ദൃഢനിശ്ചയം മാത്രമായിരുന്നു കൂട്ട്. പിന്നീടായിരുന്നു നിന്റെ ബിഗ് ബോസ് മലയാളം യാത്ര. സ്വകാര്യ സംഭാഷണങ്ങൾ പങ്കുവെക്കുന്ന രീതി എനിക്കില്ല, പക്ഷേ ഇത് പറയാതിരിക്കാൻ കഴിയില്ല. ആ ഷോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിനക്കുണ്ടായിരുന്ന ആശങ്കകൾ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞു, നിന്നിൽ ഒരു വിജയിയെ ഞാൻ കാണുന്നുണ്ട്, നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന്. നീ ആ ചുവട് വെച്ചു. നിന്റെ സർവ്വവും അതിനായി നൽകി. ഒടുവിൽ ഗംഭീരമായി തന്നെ നീ വിജയിച്ചു. അത് നിന്റെ വ്യക്തിത്വത്തെ വിളിച്ചോതുന്നു. ഒരു കളിക്കളത്തിൽ ഇറങ്ങിയാൽ നീ പകുതി വഴിയിൽ നിർത്തില്ല. അടുത്തിടെ ക്രിക്കറ്റ് മൈതാനത്ത് വെച്ച് നിന്നെ കണ്ടപ്പോൾ എൻ്റെ നിരീക്ഷണങ്ങൾ ഒന്നുകൂടി ഉറച്ചു. കളിയോടുള്ള നിന്റെ ആവേശം, മത്സരബുദ്ധി, ഒരു ടീം മാൻ എന്ന നിലയിലുള്ള നിന്റെ പ്രവർത്തനം, എന്തിലും നിന്റെ ഏറ്റവും മികച്ചത് നൽകാൻ നീ എപ്പോഴും തയ്യാറാണ്. മത്സരബുദ്ധിയുള്ള ക്രിക്കറ്റിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ബോധ്യമാകും കേസിൻ്റെ ഭാഗമാവുക എന്നത് അത്ര ചെറിയ നേട്ടമല്ലെന്ന്. അതിന് അർപ്പണബോധവും അച്ചടക്കവും വലിയൊരു ഹൃദയവും ആവശ്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക്. ഈ പ്രായത്തിൽ ജീവിതത്തിൽ ഇത്രയും നിർണായകമായ ഒരു ഘട്ടത്തിൽ നീ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ തീരുമാനമായിരിക്കും ഇത്. ഒരു ഗോഡ് ഫാദറുടെയോ പാരമ്പര്യമായി കിട്ടിയ രാഷ്ട്രീയ പിന്തുണയുടെയോ പിൻബലമില്ലാതെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുക എന്നത് അസാമാന്യമായ ധൈര്യമാണ്. സാധാരണ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരാൾ സ്വന്തം സൗകര്യങ്ങൾ നോക്കാതെ ജനസേവനം തിരഞ്ഞെടുക്കുന്നത് കാണുന്നത് ഇന്നത്തെ യുവാക്കൾക്ക് വലിയൊരു പ്രചോദനമാണ്. ഒരാളുടെ പ്രത്യയശാസ്ത്രങ്ങളോട് യോജിക്കുന്നതോ വിയോജിക്കുന്നതോ രണ്ടാമത്തെ കാര്യമാണ്. വ്യക്തിപരമായി എല്ലാ രാഷ്ട്രീയ ചേരിയിലുള്ളവരെയും ഞാൻ ബഹുമാനിക്കുന്നു. കാരണം ഒരു ഘട്ടത്തിൽ അവർ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായവരാണ്. പുറത്തുനിന്ന് വിമർശിക്കാൻ എളുപ്പമാണ്, എന്നാൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. നീ സംസാരിച്ചു കഴിഞ്ഞു, പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞു. ഇനി നിന്റെ പ്രവർത്തനങ്ങളാണ് തെളിയിക്കേണ്ടത്. അതാണ് യഥാർത്ഥ പരീക്ഷണം. വാക്കുകളേക്കാൾ ഉച്ചത്തിൽ എപ്പോഴും നിന്റെ പ്രവർത്തികൾ സംസാരിക്കട്ടെ. ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ നടപ്പിലാക്കാൻ വലിയ ചങ്കൂറ്റം തന്നെ വേണം. നീ ഇതുവരെ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ വിനയമുള്ളവനായി തുടരുക. ആ ലക്ഷ്യബോധം മനസ്സിൽ എന്നും നിലനിർത്തുക. ഇതുവരെയുള്ള ആ പഴയ അഖിലായി തന്നെ തുടരുക. ജീവിതത്തിലെ ഈ പുതിയ അധ്യായത്തിന് നിനക്ക് എല്ലാവിധ കരുത്തും വിവേകവും ധൈര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞാണ് ഉണ്ണി മുകുന്ദൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്.